എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. IVF ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ഓരോ കപ്പിൾസും ചിന്തിക്കുന്നത് IVF പ്രോസസ്സിൽ പുതിയതായിട്ട് വന്ന എല്ലാ ടെക്നിക്സും യൂസ് ചെയ്ത് IVFന്റെ സക്സസ് കൂട്ടണം എന്ന് തന്നെയാണ്. ഇതിൽ ഒരെണ്ണമാണ് അസിസ്റ്റഡ് ഹാച്ചിങ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റഡ് ഹാച്ചിങ് എന്താണെന്നും അസിസ്റ്റഡ് ഹാച്ചിങ് മൂലം IVF സക്സസ് റേറ്റ് കൂടുമോ എന്നും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഏതൊക്കെ പേഷ്യൻസിനാണ് അസിസ്റ്റഡ് ഹാച്ചിങ് യൂസ്ഫുൾ ആവുന്നതെന്നും ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്നും ഇത് ചെയ്യുന്നത് മൂലം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇന്നത്തെ ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നമുക്കറിയാം, എംബ്രിയോ ഇംപ്ലാന്റ് ആകുമ്പോൾ അത് അതിൻ്റെ കവറിങ് മാറ്റി വെളിയിൽ വരുമെന്ന്. ഈ ഒരു കവറിങ്ങിനെ നമ്മൾ സോണ പെലൂസിഡ എന്നാണ് പറയുന്നത്. സാധാരണയായി ഇതിനെ സോണ എന്നും പറയും. സോണയിൽ നിന്ന് എംബ്രിയോ വെളിയിൽ വരുമ്പോഴാണ് അത് യൂട്രസിന്റെ ലെയറിൽ വന്ന് പറ്റിപ്പിടിക്കുന്നത്. അപ്പോഴാണ് പ്രഗ്നൻസി പോസിബിൾ ആകുന്നത്. സയന്റിസ്റ്റുകൾ എന്താണ് ചിന്തിച്ചത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പുതിയ റിസർച്ചസിൽ എന്താണ് ഫൈൻഡിങ് എന്ന് വെച്ചാൽ, നമ്മളെ എന്തായാലും IVFൽ എംബ്രിയോസിനെ വെളിയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ എംബ്രിയോസിന്റെ കവറിങ് ഹാച്ച് ചെയ്ത് ഈ എംബ്രിയോയെ കവറിങ്ങിൽ നിന്ന് ഈസിലി വെളിയിൽ വരാൻ ഹെൽപ്പ് ചെയ്തുകൂടാ എന്ന്. അപ്പോൾ നോർമലി IVFന്റെ പ്രഗ്നൻസി റേറ്റ് കൂടും. അസിസ്റ്റഡ് ഹാച്ചിങ് 3 തരത്തിലാണ് ചെയ്യുന്നത്. ആദ്യത്തേത് മെക്കാനിക്കൽ ഹാച്ചിങ്. ഇതിൽ സോണയുടെ വെളിയിലെ കവർ ഒരു പിപ്പറ്റിന്റെ ഹെൽപ്പ് കൊണ്ട് മെക്കാനിക്കലി റിമൂവ് ചെയ്യും. രണ്ടാമത്തേത് കെമിക്കൽ ഹാച്ചിങ്. ഇതിൽ തൈറോയ്ഡ് സൊല്യൂഷൻ എന്ന പേരിലുള്ള ഒരു സൊല്യൂഷൻ എംബ്രിയോസിന്റെ അടുത്തൊഴിക്കും. അപ്പോൾ സോണ തനിയെ ഡിസോൾവ് ആകും. മൂന്നാമത്തെയും ഏറ്റവും കോമണുമായ ഒരു 99% ക്ലിനിക്സും ചെയ്യുന്നതാണ് ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ്. എന്ന് പറഞ്ഞാൽ ലേസറിന്റെ ഒരു ഫോക്കസ്ഡ് ബീം എംബ്രിയോയുടെ പുറത്തെ കവറിങ്ങിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഒന്നെങ്കിൽ മുഴുവൻ സോണയുടെ ഉള്ളിൽ ഒരു ഹോൾ ഇടും, അല്ലെങ്കിൽ സോണ തിന്നിങ് ചെയ്യും. ഈ 3 ടെക്നിക്സും ഒരുപാട് ലാബുകളിൽ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ലേസർ ആണ് ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്നത്. ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ് പ്രചാരത്തിൽ വന്നപ്പോൾ മുഖ്യമായി 3 കേസസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആദ്യത്തേത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യൻസിന്. എംബ്രിയോ ഫ്രീസിങ് ചെയ്യുമ്പോൾ സോണ ഒരുപാട് ഹാർഡ് ആവാറുണ്ടെന്നുള്ള സ്റ്റഡീസ് നിലവിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എംബ്രിയോ ഫ്രീസിങ് പ്രോസസ്സിൽ സോണ ഒരുപാട് കട്ടിയുള്ളതായിട്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സോണ ഒരുപാട് ഹാർഡ് ആയതുകൊണ്ട് തന്നെ ഇംപ്ലാന്റേഷൻ കുറച്ച് ഡിഫിക്കൾട്ട് ആവാറുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒട്ടുമിക്ക ക്ലിനിക്സിലും റുട്ടീൻലി ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തോയിങ് ചെയ്യുന്ന സമയത്ത് ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ് ചെയ്യാറുണ്ട്. ചില മൾട്ടിപ്പിൾ IVF ഫെയിലിയർ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല എംബ്രിയോസ് ഫോം ആയിട്ട് പോലും കുറേ പ്രാവശ്യം ചെയ്തിട്ട് പോലും സക്സസ് ആകുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എംബ്രിയോ ഹാച്ചിങ് നല്ലതല്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അസിസ്റ്റഡ് ഹാച്ചിങ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യും. മൂന്നാമത്തത് ഏജ് കൂടുന്തോറും സോണ ഒരുപാട് ഹാർഡ് ആകും. അപ്പോൾ അഡ്വാൻസ്ഡ് ഏജിൽ IVF ചെയ്യിപ്പിക്കുന്ന ലേഡീസിൽ IVF സക്സസ് കൂട്ടാൻ വേണ്ടിയിട്ട് സോണ ഹാച്ചിങ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അസിസ്റ്റഡ് ഹാച്ചിങ് കൊണ്ട് പ്രഗ്നൻസി ചാൻസ് കൂടുമോ? ഇതിനെപ്പറ്റി ഇനിയും നമുക്ക് നോക്കാം. ഇതിനെപ്പറ്റി ഇപ്പോൾ ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട്, ആൻസർ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് ആൻസർ ഇപ്പോഴും അൺക്ലിയർ ആണ്. ചെറിയ സ്റ്റഡീസിൽ പ്രഗ്നൻസി റേറ്റ് കൂടും എന്ന് പറയുന്നുണ്ട്. ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് IVFൽ ഇതുകൊണ്ട് ഒരു യൂസും ഇല്ല എന്ന്. എന്നാൽ ചില സ്റ്റഡീസിൽ പറയുന്നത് സക്സസ് റേറ്റ് കുറയും എന്നാണ്. ഈ എല്ലാ സ്റ്റഡീസിനെ മിക്സ് ചെയ്ത് വേൾഡിന്റെ ബെസ്റ്റ് റിസർച്ച് പബ്ലിഷ് ചെയ്യുന്ന കൊക്രൈൻ കൊളാബറേഷൻ ഈ എല്ലാ സ്റ്റഡീസിനെ മെറ്റാ അനാലിസിസ് ചെയ്ത് ഒരു കൺക്ലൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. അവരുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ് ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസിയുടെ ചാൻസ് കൂട്ടും എന്ന് തന്നെയാണ്.
പക്ഷേ അവർ ഇതും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കയ്യിലുള്ള സ്റ്റഡീസിൻ്റെ എവിഡൻസ് ക്വാളിറ്റി ലോ ആണെന്നും അപ്പോൾ കറക്റ്റ് ഡാറ്റ ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് കൺക്ലൂഷൻ ചെയ്യാൻ ഡിഫിക്കൾട്ട് ആണെന്നും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റിനും ക്ലിയർ അല്ല ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ് IVF സക്സസ് കൂട്ടുമോ എന്ന്. അപ്പോൾ അസിസ്റ്റഡ് ഹാച്ചിങ് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് തന്നെയാണ് അവശേഷിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക് യൂസ് ചെയ്യണോ വേണ്ടായോ എന്ന് ഡോക്ടേഴ്സും നിങ്ങളും തന്നെയാണ് തീരുമാനിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ അസിസ്റ്റഡ് ഹാച്ചിങ്ങിൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് തന്നെ പറയാം. അത് സ്റ്റഡീസിൽ ക്ലിയർ കട്ട് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സോണേനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ, തിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോണയിൽ ഹോൾ ചെയ്യുമ്പോൾ അപ്പോൾ മോണോസൈക്കോട്ടിക് ട്വിന്നിങ് ചാൻസ് കൂടുതൽ ആണെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു എംബ്രിയോ രണ്ടായിട്ട് ഡിവൈഡ് ആകുമ്പോൾ ഐഡൻറ്റിക്വൽ ട്വിൻസ് ആകും. ഇതിൻ്റെ ചാൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി ഒരുപാട് കൂടുതലാണ് അസിസ്റ്റഡ് ഹാച്ചിങ് ചെയ്യുമ്പോൾ. ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മോണോസൈക്കോട്ടിക് ട്വിൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയി തോന്നുന്നില്ല എങ്കിൽ പോലും മോണോസൈക്കോട്ടിക് ട്വിൻ പ്രഗ്നൻസിക്ക് ഒരുപാട് കെയർഫുൾ ആയിരിക്കണം നമ്മൾ. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് മോണോസൈക്കോട്ടിക് ട്വിൻസിൽ കണ്ടുവരാറുണ്ട്. അതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഇങ്ങനത്തെ കേസസിൻ്റെ ഔട്ട്കം നോർമൽ സിംഗിൾ പ്രഗ്നൻസിയെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അസിസ്റ്റഡ് ഹാച്ചിങ്ങിനെ പറ്റി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അസിസ്റ്റഡ് ഹാച്ചിങ് ചെയ്യണോ വേണ്ടായോ എന്ന് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം. നിങ്ങളുടെ ഡോക്ടറുടെ അഭിപ്രായം തേടണം. കാരണം എവിഡൻസ് ഇപ്പോഴും ഇതിൻ്റെ ആൻസർ നമുക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടില്ല. അസിസ്റ്റഡ് ഹാച്ചിങ് മൂലം IVFന്റെ സക്സസ് റേറ്റ് കൂടുമോ എന്ന് ഇപ്പോഴും നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുമില്ല. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ ജെനീസ് ഹെവൻ എന്ന് പറഞ്ഞ FB പേജും മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് ഡെയിലി നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി signing off. Take care and goodbye. God bless you dears.